പ്രൊഫസർ കെ.വി. തോമസ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വി അരുൺ ചേരുന്നു. അരുൺ, ഇത്തരത്തിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്താനുള്ള പ്രാധാന്യം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ കെ.വി. തോമസിന് സർക്കാരിൽ സുപ്രധാന പദവി നൽകുകയാണ് പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. മന്ത്രിസഭ എടുത്ത തീരുമാനം അപ്രകാരമാണ്. ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെയാണ് കെ.വി. തോമസിന്റെ നിയമനം. നേരത്തെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്ഥാനാർത്ഥിയായി അടക്കം പരിഗണിക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു. അന്ന് ഇടതുമുന്നണി CPM-ഉം കെ.വി. തോമസും തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കോടുകൂടി സർക്കാരിന്റെ ഭാഗമാക്കുകയാണ്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട സമ്പത്തിന് CP നേതാവ് സമ്പത്തിന് ഇത്തരമൊരു നിയമനം നൽകിയിരുന്നു. ഇപ്പോൾ മുൻ അംബാസഡർ, നെതർലൻഡ് അടക്കം അംബാസഡറായിരുന്ന വേണു രാജാമണി എന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് പകരമാണോ കെ.വി. തോമസ് നിയമനം എന്ന കാര്യത്തിൽ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും കെ.വി. തോമസിന് വളരെ പ്രധാനപ്പെട്ട പദവി നൽകുമ്പോൾ പല ലക്ഷ്യങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. ഒന്ന്, ദീർഘനാൾ MP, മന്ത്രി എന്നീ പദവികളിൽ ഡൽഹിയിൽ പ്രവർത്തിച്ച ആളാണ് കെ.വി. തോമസ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉദ്യോഗസ്ഥലത്തിലും വലിയ ബന്ധങ്ങൾ പരിചയമുള്ള നേതാവാണ് കെ.വി. തോമസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം വലിയ വ്യക്തിബന്ധ പുറത്ത് നേതാവ് കൂടിയാണ് കെ.വി. തോമസ്. അത്തരമൊരാളെ സർക്കാരിന്റെ പ്രതിനിധിയായി നിയമിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ അടക്കം ഉള്ളവ അനിശ്ചിതത്വത്തിലാണ്, നടപ്പാക്കാൻ കഴിയുമോ എന്ന സംശയത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം പദ്ധതികളുടെ പ്രവർത്തനം വേഗത്തിലാക്കാൻ ദേശീയപാത വികസനം, റോഡ് പദ്ധതികൾ, അതുപോലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളും ആവശ്യങ്ങളും ഒക്കെ കേന്ദ്രത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താനും നടപടിക്രമങ്ങൾ, ഫയൽ നീക്കം വേഗത്തിലാക്കാനും ഒക്കെ കെ.വി. തോമസിനെ പോലെ ഡൽഹി പരിചയമുള്ള, ഡൽഹിയിലെ ഉദ്യോഗസ്ഥ ഭരണ രംഗങ്ങളിൽ വലിയ അടുപ്പമുള്ള ഒരു നേതാവിനെ നിയോഗിക്കുന്നതിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അതിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ നിയമനം. വളരെ നിർണായകമായ തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ കെ.വി. തോമസ് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാന പദവിയിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ. ഇത്തരത്തിലൊരു നിയമനത്തിലൂടെ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് പാർട്ടിയും സർക്കാരും ലക്ഷ്യം വെക്കുന്നത്? കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു വന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ് കെ.വി. തോമസ്. ഒരു സാധാരണ കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം, മുൻ MP എന്നതിനപ്പുറം കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിന്റെ മുഖങ്ങളിലൊന്നായി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാവാണ്. സോണിയാഗാന്ധിയുമായി വളരെ അടുപ്പമുള്ളായിരുന്ന നേതാവാണ്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനിയായി മാറിക്കൊണ്ടിരുന്ന ഒരു നേതാവാണ്. അത്തരം നേതാവാണ് കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു വന്നത്. പക്ഷേ അദ്ദേഹത്തെ ഏത് തരത്തിൽ വിനിയോഗിക്കണം, അദ്ദേഹത്തെ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം ഒരു ഘട്ടത്തിൽ CPM-നുണ്ടായിരുന്നു. പക്ഷേ അത് ഗുണം ചെയ്യില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ നീക്കം ഘട്ടത്തിൽ CPM ഉപേക്ഷിച്ചത്. പകരം അദ്ദേഹത്തെ ഇത്തരത്തിലൊരു പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസുമായി പിരിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ CPM ഉൾക്കൊള്ളും, അവരെ സംരക്ഷിക്കും എന്നൊരു സന്ദേശം കൂടി ഇതിലൂടെ CPM നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു നിയമനം. നിരവധി നേതാക്കളാണ് കഴിഞ്ഞ കുറച്ചു നാളായി കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്നത്. ഇപ്പോഴും പല നേതാക്കളും കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയിലേക്ക് CPM-ലേക്ക് വരുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു കെ.വി. തോമസിനെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ ഇത്ര സുപ്രധാന പദവിയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി ഡൽഹിയിൽ നിയമിക്കുന്നത്. അത് കോൺഗ്രസിൽ നിന്ന് വിട്ടുവരാനിരിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസുമായി CPM-മായി ഇത്തരത്തിൽ ചർച്ച നടത്തുന്ന നേതാക്കൾക്കുള്ള ഒരു സന്ദേശമായി കൂടി വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. പക്ഷേ നമുക്കറിയാം, ഈ തൃക്കാക്കരയ്ക്ക് ശേഷമൊന്നും കെ.വി. തോമസിന് ഒരുപാട് കണ്ടിരുന്നില്ല. എന്താണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ? പെട്ടെന്ന് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കാനിടയായ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണോ, കോൺഗ്രസിന്റെ തകർച്ചയിലേക്ക് എന്നുള്ളത് പോലെയുള്ള കാര്യങ്ങളിലാണോ സർക്കാർ പെട്ടെന്നൊരു തീരുമാനം ഇത്തരത്തിൽ എടുത്തിട്ടുണ്ടാവുക? രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ടത് ഭരണപരമായ ഒരു തീരുമാനമായി കൂടി കാണണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാരിന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന ലക്ഷ്യങ്ങളിലൊന്ന് സിൽവർ ലൈൻ എന്ന അർദ്ധ അതിവേഗ റെയിൽപാതയാണ്. അതിപ്പോൾ ഏതാണ്ട് സ്തംഭിച്ച മട്ടാണ്. ആ റെയിൽപാതയുടെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ച ജീവനക്കാരെ മാതൃവകുപ്പുകളിലേക്ക് മടക്കി അയക്കുന്നു. പാത നടപ്പാക്കാൻ കേന്ദ്രം അനുവദിക്കില്ലെന്ന പരിവേദനവുമായി സർക്കാർ നിലകൊള്ളുന്നു. അപ്പോഴും ഒരു പ്രതീക്ഷ സർക്കാരിനുണ്ട്, ഈ പദ്ധതി എന്നെങ്കിലും നടപ്പാക്കാൻ കഴിയും. അത്തരത്തിലുള്ള തടസ്സങ്ങൾ എവിടെയാണ്, ആ തടസ്സങ്ങൾ കണ്ടെത്തി അതിനെ
മറികടക്കുക എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ KV തോമസിന്റെ ഡൽഹിയിലെ സാന്നിധ്യം അതിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് സർക്കാർ കരുതുന്നു. ദേശീയപാത വികസന പദ്ധതികളുണ്ട്, റോഡ് വികസനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന പദ്ധതികളുണ്ട്. അത്തരത്തിൽ നിരവധി പദ്ധതികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് മൂലം, അത് രാഷ്ട്രീയ എതിർപ്പെന്ന് സർക്കാർ വിലയിരുത്തുന്നു. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടൽ കൂടി പിന്നിലുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ മറികടക്കാൻ കൂടി KV തോമസിന്റെ ഒരു സാന്നിധ്യം ഡൽഹിയിൽ ഉപകരിക്കും. അതുതന്നെയാണ് രാഷ്ട്രീയ തീരുമാനത്തിനപ്പുറത്തേക്ക് ഈ നിയമനത്തെ പ്രസക്തമാക്കുന്നത്. സമ്പത്തിനെ നേരത്തെ ഡൽഹിയിൽ നിയമിക്കുമ്പോൾ പറഞ്ഞതും ഇതുതന്നെയാണ്. ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ്, ഡൽഹിയിൽ വലിയ വിപുലമായ ബന്ധങ്ങളുള്ള നേതാവാണ്. പക്ഷേ സമ്പത്തിന്റെ നിയമനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും CPM-നുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയത്, സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടമെന്നതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയെന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ KV തോമസിനെ ആ പ്രധാന തസ്തികയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കുറച്ചുകൂടി ഗുണം ചെയ്യുന്നൊരു പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾക്കും അതുപോലെ സർക്കാരിനുമുണ്ട്. ശരി, അരുൺ തുടരാമോ? KV തോമസിന് ഡൽഹിയിലെ കാലാവസ്ഥ ഇഷ്ടമാണെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അത് നല്ലതാണ്. അദ്ദേഹത്തിന് ഡൽഹി ക്ലൈമറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് നല്ലതാണ്. പോകുന്നവരെ കുറിച്ചൊന്നും ഞാൻ ആശയമൊന്നും പറയുന്നില്ല. പോകുന്നവർ പോയിക്കോട്ടെ. ഒരിക്കലും അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് സമാധാനം കിട്ടുമെങ്കിലും ഓക്കെ. പക്ഷേ ഈ കിട്ടുന്ന പദവിയൊക്കെ അത്ര വലിയ കാര്യമൊന്നുമില്ല. കേരള ഹൗസിൽ പോയിട്ട് റൂമുണ്ടാവും, ശമ്പളം ഉണ്ടാവും, സുഖമായിട്ടിരിക്കുക. അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, K മുരളീധരന്റെ ഇതിലെ പ്രതികരണം, അത് കോൺഗ്രസിന്റെ മൊത്തം പ്രതികരണമായിട്ട് പോലും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. എത്തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും കോൺഗ്രസ് സംബന്ധിച്ചുള്ള KV തോമസ് പുകഞ്ഞ കൊള്ളിയാണ്. അത് പുറത്ത് നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നൊരു വിഷയമായി അവർ ഇതിനെ ഉയർത്തിക്കാട്ടില്ല. പക്ഷേ കോൺഗ്രസുമായി തെറ്റുനിൽക്കുന്ന, കോൺഗ്രസ് വിടാൻ ആഗ്രഹിക്കുന്ന ഇടതുമുന്നണി പക്ഷത്തേക്ക് ചേക്കേറാൻ നിൽക്കുന്ന നേതാക്കൾക്ക് ഇതൊരു നല്ല സന്ദേശമാണ് CPM നൽകുന്നത്. ഇത്തരത്തിൽ അർഹരായവർക്ക് അർഹമായ പദവി നൽകാൻ CPM തയ്യാറാണെന്നൊരു സന്ദേശം CPM ഇതിൽ നൽകുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം കാര്യമായി ഇതിനെ ഏതെങ്കിലും തരത്തിൽ എതിർപ്പ്, മറ്റൊരു കാര്യം തരത്തിൽ എതിർപ്പ് ഉയരാൻ സാധ്യതയുള്ളത് സമ്പത്തിന് നിയമനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടതൊരു ദുർവ്യയമാണ്, ദുർച്ചെലവാണ് എന്ന തരത്തിലുള്ള പാഴ്ചെലവ് തലത്തിലുള്ള വിമർശനം ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായേക്കാം. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കോൺഗ്രസ് KV തോമസിന്റെ ഇപ്പോഴത്തെ പദവിയിൽ നൽകില്ല. കാരണം നേരത്തെ തന്നെ KV തോമസിനെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞതാണ്. KV തോമസുമായി ഇനിയൊരു മുന്നോട്ട് പോക്ക് പാർട്ടിക്ക് ഉണ്ടാകില്ല തരത്തിലുള്ള സൂചനകൾ നേരത്തെ നേതൃത്വം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ അവരെ ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ ഇത് കരുതുന്നില്ല. ശരി, നന്ദി അരുൺ. CPM സ്വതന്ത്ര ജോസിൻ ബിനോ പാലാ നഗരസഭാ അധ്യക്ഷ. 26 അംഗ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഉൾപ്പെടെ 17 LDF അംഗങ്ങളുടെയും വോട്ടുകൾ ജോസിൻ ബിനോയ്ക്ക് ലഭിച്ചു. പ്രതിപക്ഷ നേതാവ് സതീഷ് ചെല്ലാനിയുടെ വോട്ട് അസാധുവായി. ജോസ് കെ മാണിയുടെ ആവശ്യം CPM അംഗീകരിച്ചതോടെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയ ബിനു പുളിക്കക്കണ്ടം കറുത്ത ഷർട്ട് ധരിച്ച് കൗൺസിൽ യോഗത്തിലെത്തിയത്. ഇനിയുള്ള കൗൺസിൽ കറുപ്പ് വസ്ത്രം തുടരുമെന്നും ബിനു പറഞ്ഞു. ജോസ് കെ മാണിക്കൊപ്പമുള്ള രാഷ്ട്രീയത്തിൽ ആത്മസമർപ്പണത്തിന്റെ നിറമായ കറുപ്പ് അനിവാര്യമാണെന്നും ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. KV തോമസ് വിഷയത്തിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിക്കുന്നു. തത്സമയം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ, ഇവിടെ ഇപ്പോൾ KV തോമസിനെ ഡൽഹിയിലേക്ക് വിടുകയാണ്. അതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. എന്താണ് താങ്കളുടെ പ്രതികരണം? KV തോമസ് മാഷെ കേരള സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിലേക്ക് നിയമിച്ചത് വാസ്തവത്തിൽ അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ച ഒരു സ്ഥാനമാണോ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിനേക്കാളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് CPM-ലേക്ക് പോയത്. ഡൽഹിയിലെ ഒരു ഗവൺമെന്റ് കാലത്ത് തന്നെ 4 or 5 ഇതിപ്പോ എത്ര പദ്ധതികളാണ് വെച്ചത്. അപ്പൊ ഇതിനൊരു ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രതിക്ക് ഒരു വിലയില്ലാത്തൊരു കാലമാണ്. കാരണം നേരത്തെ സമ്പത്തിരുന്നു, ആ സമ്പത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനേക്കാൾ വലിയ പ്രകല്പനം എന്ന് പറഞ്ഞ് വേണു രാജാമണിയെ കൊണ്ടുവന്നു. രാജാമണിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ KV തോമസിനെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനൊരു അക്കോമഡേഷൻ കൊടുത്തു എന്നതിനപ്പുറമായി KV തോമസിന് ഒരുപാട് ഫയലുകൾ ഡൽഹിയിലുണ്ട്, പല പദ്ധതികളുമുണ്ട്. അക്കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കാൻ KV തോമസിന് ഡൽഹിയിൽ നിന്ന് KV തോമസ് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം UPയുടെ 2 UPയുടെ അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണല്ലോ. അദ്ദേഹം ക്യാബിനറ്റ് സ്വതന്ത്ര ചുമതല മന്ത്രിയായിരുന്നല്ലോ.
അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പിൽ പോലും കേരളത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് അദ്ദേഹം കേരളത്തിൽ ഡൽഹിയുടെ പ്രതിയായിട്ട് ഇരുന്നിട്ട് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കുന്നത്. ഇതൊക്കെ ഒരു അക്കോമഡേഷന് വേണ്ടി പറയുന്ന കാര്യമാണ്. കെ വി തോമസ് കോൺഗ്രസ് CPM ചെന്നു. CPM പാർലമെന്റ് ആകർഷിക്കുന്ന തരത്തിലല്ലേ ഈ പോക്ക്? ഇവര് നൽകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. കെ വി തോമസിനെ എവിടെയെങ്കിലും കുടിയിരുത്തിയതായിട്ട് വരുത്തി തീർക്കണം, എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്തായിട്ട് വരുത്തി തീർക്കണം. അങ്ങനെ അതിലൂടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കാം. അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിനെ അങ്ങനെ ഒരു കുടിയിരുത്തലായി കാണാൻ സാധിക്കുമോ എന്നുള്ളതിലാണ് സംശയം. കോൺഗ്രസിൽ നിന്ന് വന്ന 2 പ്രധാനപ്പെട്ട നേതാക്കൾക്കും 2 സ്ഥാനങ്ങൾ, അതും വളരെ പ്രാധാന്യമുള്ള 2 സ്ഥാനങ്ങൾ ക്യാബിനറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഒരു കുടിയിരുത്തലായി കാണാൻ സാധിക്കുമോ? ഇല്ല, കാരണം ഇതിനകത്ത് ഇപ്പൊ കേരള ഹൗസിലെ പ്രതി, സംസ്ഥാന സർക്കാരിന്റെ പ്രതി എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടുന്നതിനപ്പുറമായി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു വരാനും പോകാനുള്ള ടിക്കറ്റ് കിട്ടും, അത്രയല്ലാതെ വേറെ അധികാരങ്ങളൊന്നും ഇല്ലല്ലോ. അധികാരമൊന്നും ഫയലുകൾ കൈകാര്യം ചെയ്യുകയും ഒപ്പിടുകയും ചെയ്ത ഒരാളാണ് കെ വി തോമസ് മാസ്റ്റർ. മന്ത്രിയായിരുന്ന ഒക്കെ ചെയ്ത ആളാണ്. ആ ആള് അങ്ങനെ അത്തരം ഒരു പദവി വഹിച്ച ആള് ഫയലുകളുടെ പുറകെ പോകാൻ ഇരിക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അർഹതപ്പെട്ടൊരു സ്ഥാനമാണ് CPM നൽകിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇങ്ങനെ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യാൻ മാത്രം പ്രാപ്തിയില്ലാത്ത, ഇല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് കെ വി തോമസിനെ താങ്കൾ കാണുന്നുണ്ടോ? ഇല്ല, കെ വി തോമസ് മാസ്റ്റർ ദീർഘകാലം MP ആയിരുന്നതും അതിനേക്കാൾ ഉപരിയായി 2ാം UPA അദ്ദേഹം സ്വതന്ത്ര ചുമതലയുടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. എന്നിട്ടും കേരളത്തിലെ ഭക്ഷ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാനോ മറ്റു മന്ത്രാലയങ്ങൾ ഇടപെട്ട് കേരളത്തിന്റെ ആവശ്യം പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പൊ പിന്നെ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായി ഇരുന്നിട്ട് അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് കെ വി തോമസ് ഒരു പൊളിറ്റിക്കൽ അക്കോമഡേഷൻ കൊടുത്തു എന്നതിനപ്പുറമായി ഇതിനകത്തൊന്നും കാണാനില്ല. കേരളത്തിന് ഇതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ശരി, നന്ദി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വാർത്തയോട് പ്രതികരിച്ചതിന്. കെ വി തോമസിന് പ്രത്യേക പദവി നൽകിയിരിക്കുന്നു. ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി അദ്ദേഹം തുടരും. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഇനിയുള്ള കൗൺസിൽ കറുപ്പ് വസ്ത്രം തുടരുമെന്നാണ് ബിനു പറയുന്നത്. ജോസ് കെ മാണിക്കൊപ്പമുള്ള രാഷ്ട്രീയത്തിൽ ആത്മസമർപ്പണത്തിന്റെ നിറമായ കറുപ്പ് അനിവാര്യമാണെന്നും ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. ഞാൻ എന്താണെന്നറിയില്ല, എടുത്തപ്പോ കറുത്ത ഷർട്ട് ഒരിക്കലും ഇത് പ്രതിഷേധമല്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് പ്രതിഷേധമല്ല. പക്ഷെ എന്താണെന്നുള്ളത് ഞാൻ പറയാം. താങ്കൾ ജോസ് കെ മാണിക്ക് തുറന്ന കത്തെഴുതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി താങ്കൾ ഇനി കറുത്ത വസ്ത്രമേ ധരിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കത്തോ എന്തെങ്കിലും ജോസ് കെ മാണിക്ക് തുറന്ന കത്ത് എഴുതി കഴിഞ്ഞിട്ടില്ല. കൗൺസിൽ കാലം കഴിയണം, അത് കഴിയുമ്പോഴേ എഴുതി തീരുള്ളൂ. തുറന്ന കത്ത് എഴുതും ഉറപ്പായിട്ടും. ഈ കറുത്ത വസ്ത്രം അണിഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും പാർട്ടി നടപടി ഉണ്ടായാലും കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ലല്ലോ. മൈക്ക് വെച്ചിട്ടുണ്ട്. കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ല. അപ്പൊ പ്രതിഷേധത്തിന്റെ പ്രതിഷേധമല്ല. CPM പാർലമെന്ററി പാർട്ടി അംഗവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ജോസ് പിനോ, ഇന്ന് ഈ നഗരസഭാ ഹാളിൽ എത്തിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കൗൺസിലർമാരെ, ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കൗൺസിലർമാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിമ്മി ജോസഫ്, ഉദ്യോഗസ്ഥരെ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതാവ് അപ്പച്ചൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ, ബെന്നി മൈലാട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നഗരസഭ ജീവനക്കാരെ, പ്രിയപ്പെട്ടവരെ, വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിയുമ്പോൾ മോഹഭംഗം വന്നുകൊണ്ട് രാഷ്ട്രീയ ഒളിച്ചോട്ടം നടത്തുമെന്ന് പ്രതീക്ഷിച്ച് പല ശുഭ്ര വസ്ത്രധാരികളും ഇന്ന് ഇവിടെ എത്തും എന്ന് ഉറപ്പുള്ളതിനാലാണ് ഞാൻ ഈ കറുപ്പ് വസ്ത്രം ഇന്നിവിടെ ധരിച്ചത്. ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്
തികഞ്ഞ കായിക പ്രേമി കൂടിയായ നമ്മുടെ ഇന്ന് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന VC പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവ് KK ഗിരീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ, ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായല്ല ഞാൻ ഇന്ന് ഈ കറുപ്പ് വസ്ത്രം ധരിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയട്ടെ. കാരണം അത് ഈ വേദിയിൽ സൂചിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപക്ഷെ വളരെ തെറ്റിദ്ധരിക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അനവസരത്തിലെങ്കിലും ഈ വേദിയിൽ അത് സൂചിപ്പിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, യുവജന രാഷ്ട്രീയത്തിലൂടെ കഴിഞ്ഞ 35 വർഷക്കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ, കഴിഞ്ഞ 20 വർഷക്കാലം നഗരസഭാ കൗൺസിൽ എന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന നിലയിൽ, സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ ട്രൗസറിൽ നിന്ന് ധോത്തിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ തൊട്ട് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന, ഞാൻ ധരിക്കുന്നതിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ശുഭ്രവസ്ത്രം എന്റെ നഗരസഭാ പ്രവർത്തന കാലയളവിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് പ്രതികാര രാഷ്ട്രീയത്തിന്റെയും കലുഷിത രാഷ്ട്രീയത്തിന്റെയും അസഹിഷ്ണുത രാഷ്ട്രീയത്തിന്റെയും വ്യക്താവായ, അല്ലെങ്കിൽ ഒരു വ്യക്താവ് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചതിയുടെ ദിനമായ ഇന്ന് ഒരുപക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അത് പ്രതിഷേധത്തിന്റെ സ്വരമായി വ്യാഖ്യാനിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ആയിരുന്നുവെങ്കിൽ, ചിലരൊക്കെ ആക്ഷേപിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച സാഹചര്യമായിരുന്നുവെങ്കിൽ, ഇതിന്റെ പേരിൽ കലഹിക്കുന്നതിനും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ അനീതിക്കെതിരെ തുറന്ന പോരാട്ടത്തിനും, അല്ലെങ്കിൽ രാഷ്ട്രീയ നെറുകേട് കാണിച്ച വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനുമൊക്കെ ഒരുപക്ഷെ ഞാൻ തയ്യാറാകുമായിരുന്നു. എന്നാൽ ഇന്നതിന് മുതിരാതിരുന്നത്, അല്ലെങ്കിൽ മുതിരാതിരിക്കുന്നത്, എനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം CPIM എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം, ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയ പ്രത്യയശാസ്ത്രങ്ങളോടൊക്കെ അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റു ദീർഘമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഈ പരിപാവനമായ കൗൺസിൽ ഹാളിൽ മുതിരുന്നില്ല. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കൾ പലരും ഞാൻ സൂചിപ്പിച്ചതുപോലെ ശുഭ്രവസ്ത്രധാരിയായി ഇവിടെ കടന്നു വന്നപ്പോൾ പലരുടെയും വെളുക്കിയുള്ള ചിരികളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി നേരിട്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി, പൊതുരംഗത്ത് കഴിഞ്ഞ 35 വർഷക്കാലമായി സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, ആരാധിച്ചിരുന്ന, മനസ്സിൽ കൊണ്ടുനടന്ന ആ ഒരു നിറത്തെ വെറുത്തുപോകരുത് എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമല്ല. കപ്പലിന് ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു വന്ന് ചിലർ ആക്ഷേപിക്കുമ്പോൾ, ചിലർ സന്തോഷിക്കുമ്പോൾ, ചിലർ അഭിമാനം കൊള്ളുമ്പോൾ, ഈ വിജയത്തിൽ അവർ വലിയ വിജയം നേടിയെന്ന് അവർ അവകാശപ്പെടുമ്പോൾ അതിനൊക്കെ കാലം മറുപടി തരും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുപോലെ തന്നെ വ്യക്തമായ ഒരു കാര്യം ഞാൻ പറയുന്നു. ഇവിടെ നാളുകളിൽ പാലാ നഗരസഭാ കൗൺസിലിൽ എന്റെ വക ഒരു പ്രമേയം കാണും. പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയ്ക്കാം. കാരണം മറ്റൊന്നുമല്ല, ഓട് പഠിച്ചുകൊണ്ട് പാലാ നഗരസഭാ കൗൺസിലിൽ പ്രവേശിച്ച ഒരു ആളല്ല ഞാൻ. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാർഡിലാകെ പോൾ ചെയ്ത വോട്ടിന്റെ 92% വാങ്ങിച്ചുകൊണ്ട് ജനപിന്തുണയോടുകൂടി തന്നെ കൗൺസിലിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. എന്നാൽ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും ജനമനസ്സുകളിൽ നിന്ന് അകന്നു പൊക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയ നേതൃത്വം ഒന്ന് ചിന്തിക്കണം. നാളുകളിൽ ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം CPIMന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞങ്ങളെ അണികളെ ബോധ്യപ്പെടുത്തുവാനെങ്കിലും ഈ രാഷ്ട്രീയ ചതിക്ക് താങ്കൾ മുതിരരുതായിരുന്നു എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാനിത് സൂചിപ്പിക്കട്ടെ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ചെയർമാനായിട്ട് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായിക്കോട്ടെ, കേരള കോൺഗ്രസോ BJPയോ CPMോ CPIയോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായിക്കോട്ടെ. എന്നാൽ ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടായത് എന്ന്
ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ എന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 1 വർഷത്തിന് ശേഷം ജോസ് ബിനോയുടെ കാലത്തിന് ശേഷം ഇവിടെ കുപ്പായം വിരിച്ച് ഇരിക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ. തോമസ് പീറ്ററുണ്ട്, ഷാജു തുരുത്തനുണ്ട്, നിരവധി പേരുണ്ടല്ലോ. പല സമുദായ നേതാക്കന്മാരെയും കണ്ടുകൊണ്ട് അവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പാർട്ടി നേതാവിനെ വിളിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കസേരകൾ ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോഴേ നെട്ടോട്ടമോടുന്ന കൗൺസിലർമാരുടെ പ്രിയ സുഹൃത്തുക്കളുണ്ടല്ലോ. അവര് നാളുകളിൽ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ CPM എന്ന പ്രസ്ഥാനം അവർ വരണ്ട എന്നൊരു നിലപാടെടുത്താൽ, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരേണ്ടത് വേറെ ചിലരാണ് എന്നൊരു നിലപാടെടുത്താൽ അത് ഉൾക്കൊള്ളുന്നതിന് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഈ രാഷ്ട്രീയ നേതാവിന് കഴിയുമോ എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മാണിസാറിന്റെ മരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് 2500 സംതിങ് വോട്ടിനാണ് ജോസ് ടോം എന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. അതിനുശേഷം വലിയ ചാണക്യനായ രാഷ്ട്രീയ കേരളം കണ്ട മഹാനായ മാണിസാറ്, വാത്സല്യനിധിയായ രാഷ്ട്രീയ നേതാവ്, സഹപ്രവർത്തകരോട് ഇന്നും സ്നേഹവും വാത്സല്യവും സൂക്ഷിച്ചിരുന്ന നേതാവ്, ജനങ്ങളുടെ വിചാരവും വികാരവും മനസ്സിലാക്കിയിരുന്ന നേതാവ്, അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിക്കാത്ത ജനനേതാവ്, അസഹിഷ്ണുതയല്ല സഹിഷ്ണുതയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാരമാണെന്ന് തന്റെ പ്രവർത്തകരെയും പാലായിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 50 വർഷക്കാലമായി അജയ്യനായി പ്രവർത്തനവും തെളിയിച്ച രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ മത്സരിച്ചപ്പോൾ 10,000 വോട്ടുകൾക്ക് ഇവിടെ പരാജയപ്പെട്ടു. അപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായെങ്കിൽ 2500 വോട്ട് ജോസ് കെ മാണി വേണോ, ജോസ് ടോം വേണോ? 16,000 വോട്ടിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ജോസ് കെ മാണി വേണോ? അല്ലെങ്കിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ ആർജവമുള്ള ഈ നാടിന്റെ വിചാരവും വികാരവും അറിയുന്ന, ഈ നാടിന്റെ സ്പന്ദനം അറിയുന്ന, ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റോഷി അഗസ്റ്റിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കണമോ എന്ന ചർച്ച നടക്കുമ്പോൾ അതിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ഈ നേതാവിന് എന്ത് പറയാനുണ്ടാകും? ഇതിവിടെ രാഷ്ട്രീയ നേതൃത്വം അടുത്ത കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. വരുന്ന നാളുകളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മോഹഭംഗം കൊണ്ട് പറയുന്നതല്ല, ഒരു മോഹഭംഗവുമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് ഞാൻ പറയാൻ അവിടെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ട സഹ കൗൺസിലർ ഷീബാജിയോടെ സൂചിപ്പിച്ചു, ഇവിടെ ജോസ് ബിനോ ഭരിക്കുമ്പോൾ CPIM ആണ് ഭരിക്കുന്നത്. വ്യക്തിപൂജയുള്ള ഒരു പാർട്ടിയല്ല CPIM. തെരഞ്ഞെടുപ്പിന് ശേഷം ബിനു പുളിക്കക്കണ്ടം സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ KV തോമസുമായി സംസാരിക്കുന്നു. അനീഷ്, എന്താണ് KV തോമസ് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച്? എന്തായാലും മാഷ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം, പ്രതീക്ഷകളൊക്കെ. എന്തായാലും നമസ്കാരം. പുതിയൊരു സ്ഥാനലബ്ധി സർക്കാർ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായി. എങ്ങനെ ഈ സ്ഥാനത്തെത്താൻ? ഒരു 50 വർഷക്കാലത്തെ അടുത്ത ബന്ധം ഡൽഹി വിവിധ സർക്കിളുമായിട്ടുണ്ട്. ആ അനുഭവവും പരിചയവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നടപ്പിലാക്കുക, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. തീർച്ചയായും അത് പൂർണ്ണമായി സത്യസന്ധമായി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം, തീവ്രമായ ശ്രമം, സത്യസന്ധമായ ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ക്യാബിനറ്റ് പദവിയോടുകൂടിയാണ് നിയമനം. ഒരു സന്തോഷം തരുന്ന കാര്യമില്ല. നമുക്കൊരു ഉത്തരവാദിത്വം വരുമ്പോൾ സന്തോഷമാണല്ലോ. ആ ചെറുതും വലുതുമായിട്ട് ഉത്തരവാദിത്വം നമുക്കറിയാം. ഞാൻ കുമ്പളങ്ങിയിലെ വാർഡ് പ്രസിഡൻ്റായിട്ട് വന്നു. അത് വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചത്. DC സെക്രട്ടറിയായി അന്ന് അത് സന്തോഷമായിരുന്നു. DC പ്രസിഡൻ്റായി, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക, അതിന് എൻ്റെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. എങ്ങനെയാണ് ഈ പുതിയ പദവിയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം, അതേക്കുറിച്ചൊക്കെ വ്യക്തതയുണ്ടോ? അദ്ദേഹം ഡൽഹിയിൽ പോയി ചെയ്യണോ? ഡൽഹിയിൽ പോയിട്ട് തീരുമാനിക്കണം, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കണം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചതിന് ശേഷമല്ലേ അതിൻ്റെ രൂപം നൽകാൻ കഴിയത്തുള്ളൂ. താങ്കൾ ഇടതുപക്ഷത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുകയുമൊക്കെ ചെയ്തപ്പോൾ വലിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു.
എന്ത് കിട്ടാനാണ്, സ്ഥാനങ്ങൾ നേടിയാണോ ഒക്കെ അത്തരത്തിലുള്ള വിമർശകർക്കൊക്കെ ഉള്ള ഒരു മറുപടി കൂടിയല്ലേ, ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം. ഞാൻ അതിനൊന്നും മറുപടി പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ കണ്ണൂർ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ ഇത്തരം ഒരു സെമിനാറിൽ പോകുന്നു. എനിക്ക് മുമ്പ് പോയിട്ടുണ്ട്, എനിക്ക് ശേഷവും പോയിട്ടുണ്ട്. പക്ഷെ അന്ന് എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. പിന്നീട് എൻ്റേതായ കാരണങ്ങളുണ്ട് എനിക്ക് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുക്കാൻ. ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് പി ടി തോമസുമായിട്ടും ഉമ്മയുമായിട്ടും വലിയൊരു ബന്ധമുള്ളത്. ആ ബന്ധം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ചില പ്രത്യേക സാഹചര്യങ്ങൾ. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെ നിലപാട് എനിക്ക് എടുക്കേണ്ടി വന്നു. ഞാൻ നിലപാട് ശക്തമായിട്ടെടുത്തു. തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, വികസനം. ഞാനിപ്പോൾ കേരളയിൽ വന്നു. ഞാൻ കേരളയിൽ വന്നപ്പോൾ രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം എടുക്കുന്ന നിലപാട് ശരിയാണ്, നമുക്കൊരു സ്പീഡ് റെയിൽ വേണം. ഇവിടെ ഇപ്പോൾ ഉള്ള റോഡുകൾ 4 ലൈനോ 6 ലൈനോ ആയാൽ പോലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ലോകത്ത് മുഴുവൻ യാത്രാരംഗത്തുണ്ടായിട്ട് വിപ്ലവകരമായ മാറ്റങ്ങൾ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്ന് എതിർക്കുന്ന ആളുകൾ നാളെ സപ്പോർട്ട് ചെയ്യുക. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ എന്ത് എതിർപ്പായിരുന്നു, മെട്രോയ്ക്ക് എന്ത് എതിർപ്പായിരുന്നു, വൈപ്പിനെറണാകുളം പാലങ്ങൾക്ക് എന്ത് എതിർപ്പാണ്. ഈ എതിർപ്പെല്ലാം കണ്ടൊരാളും അതിന് നേരിട്ടൊരാളുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്ന ചില വിപ്ലവകരമായ പുരോഗമന കാഴ്ചപ്പാടുകൾ, അത് ആദ്യം വിമർശനം വന്നേക്കാം, പക്ഷേ അതിന് പിന്നീട് പിന്തുണ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്നെ തെളിയിച്ചില്ല. വിഴിഞ്ഞം വിഴിഞ്ഞം കൊണ്ടുവന്ന ആരാ? അതിന് മുൻകൈ എടുത്ത് ഉമ്മൻചാണ്ടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് അതിൽ എന്നെ വിമർശിച്ച കോൺഗ്രസ്സുകാരുണ്ട്. അത് കഴിഞ്ഞ് ഈ ഗവൺമെൻറ് വന്നു. അന്ന് CPM വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി നിലപാടെടുത്ത് നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുമ്പോൾ തന്നെ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കണമെന്ന ഒരു ശക്തമായ തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു വികസന ചരിത്രമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഡൽഹിയിലെ കാലാവസ്ഥ താങ്കൾക്ക് ഇഷ്ടമാണ് എന്നാണ് കെ മുരളീധരൻ. മുരളിക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അതിന് കാലാവസ്ഥ അതിപ്പോൾ മുരളി എങ്ങനെ അത് കാണുന്നതെന്ന് എനിക്കറിയില്ല. മുരളിക്ക് ഡൽഹി ഇഷ്ടമാണോ അതല്ല അദ്ദേഹത്തിന് ഇഷ്ടം കേരളമാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഈ സംസ്ഥാന സർക്കാർ ഒരു ശരിയായ ട്രാക്കിൽ തന്നെയാണ് ഇപ്പോഴും. രണ്ടാം പിണറായി ട്രാക്കിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു കോവിഡ് കഴിഞ്ഞൊരു കാലഘട്ടം, സാമ്പത്തിക പ്രതിസന്ധി ലോകം മുഴുവനുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇന്നും ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നൊരു സംസ്ഥാനമാണ് നമ്മൾ. ആ കാര്യത്തിൽ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ പുതിയ സാഹചര്യങ്ങൾ, മാധ്യമ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യം, ഇതിൻ്റെ മധ്യത്തിൽ നിന്നല്ലേ മുന്നോട്ട് പോകുന്നു. പക്ഷേ കേരളം മുന്നോട്ട് തന്നെ ഉദിക്കുന്നു. ഈ താങ്കൾക്ക് അന്ന് കോൺഗ്രസിനോട് ഒരു നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രവർത്തകർ എന്ന നിലയിലൊക്കെ മാറി നിന്നപ്പോൾ അന്നത്തെ സാഹചര്യത്തെക്കാൾ കൂടുതൽ വഷളായി കോൺഗ്രസ് എന്ന് കരുതുന്നുണ്ട്. കാര്യം ഈ ശശി തരൂരിനെ ഉയർത്തിക്കൊണ്ട് വരുന്നു, മറ്റ് ആളുകളെ. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഞാനൊരു കമൻറ്റും പറയുന്നില്ല. അത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ, പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ശശി തരൂരിനോട് കാണിക്കുന്നത് ശരിയാണോ, എന്നോട് കാണിച്ചത് ശരിയാണോ? ആ ഒരു തിരഞ്ഞെടുപ്പിൽ ഇത്രയും വർഷക്കാലം 7 ടേം ഇരുന്നൊരാളെ മാറ്റുമ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. എന്നോട് പറഞ്ഞില്ല. എന്നെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വെച്ചു, മാറ്റിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ, ഞാനത് അഖിലേന്ത്യാ കോൺഗ്രസിനെ ഒന്നും കുറ്റം പറയുന്നില്ല, അത് ഇവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ മറുപടി ജനങ്ങളാണ് കൊടുക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും. എന്തായാലും അദ്ദേഹം വളരെ കാര്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. വലിയ സന്തോഷത്തോടുകൂടി ഈ പദവി സ്വീകരിക്കുകയാണ്. ക്യാബിനറ്റ് റാങ്കോടുകൂടി കേരളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസനാധിഷ്ഠിത രാഷ്ട്രീയത്തിന് എല്ലാ പിന്തുണ നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത്. സനീഷ് കുമാർ KV തോമസുമായി സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ച ഗുണ്ടകൾ. ഓംപ്രകാശും പുത്തൻപാലം രാജേഷും ഉൾപ്പെടെയുള്ള ഗുണ്ടകളാണ് കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചത്. അഭിഭാഷകർ വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ പിടികൂടാനുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കി. VV വിനോദ് ചേരുന്നു. വിനോദ്, കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഈ ഗുണ്ടകൾ, അതായത് തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾ ഒരിടവേളയ്ക്ക് ശേഷമാണ് തലപൊക്കിയത്. ഓംപ്രകാശും പുത്തൻപാലം രാജേഷും ഉൾപ്പെട്ട കേസുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇരുവരും ഒളിവിലാണ്. ചെന്നൈയിലും ഡൽഹിയിലുമായി ഒളിവിൽ കഴിയുന്നുവെന്നാണ് വിവരം ലഭിച്ചത്. പുത്തൻപാലം രാജേഷിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ചെന്നൈയിൽ ഉള്ളതായ വിവരമാണ്. ആ നിലയ്ക്ക് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇതിനിടയിലാണ് ഗുണ്ടകൾ കീഴടങ്ങാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചത്. അഭിഭാഷകർ വഴിയാണ് ഇതിന്റെ ഒരു നീക്കം. അതേസമയം സിറ്റി പോലീസ് എടുത്തിട്ടുള്ള നിലപാട്
ഇങ്ങനെ ഒരു കീഴടങ്ങലിന് വഴി ഒരുക്കേണ്ടതില്ല, മറിച്ച് അറസ്റ്റ് ചെയ്യാം, ഈ ഗുണ്ടകളെ അന്വേഷിച്ച് കണ്ടെത്തി അറസ്റ്റിലേക്ക് നീങ്ങാം എന്ന ഉറച്ച നിലപാടിൽ അന്വേഷണ സംഘം നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഓംപ്രകാശിന്റെ ഒരു കൂട്ടാളി, ആസിഫ് എന്ന കൂട്ടാളി, സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥയെയും CPIയിലെ മുതിർന്ന ഏറ്റവും സീനിയറായ ഒരാളുടെ മകളെയും ഫോണിൽ ബന്ധപ്പെട്ടതായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഗുണ്ടകൾക്ക് ഉന്നതതലത്തിൽ സംരക്ഷണം ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നന്ദി വിനോദ്. മലമ്പുഴ ചെറാട് കാട്ടാന കൂട്ടമിറങ്ങി നെല്ലും വാഴകൃഷിയും നശിപ്പിച്ചു. ആന തെങ്ങ് കുത്തിമറിച്ചു, പ്രദേശവാസിയുടെ മതിലും തകർത്തു. ധോണിക്ക് പുറമെയാണ് ആനക്കൂട്ടം ചെറാട് മേഖലയിൽ ഇറങ്ങിയത്. കൃഷി നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നമ്മളിപ്പോൾ CCTVയിൽ കണ്ടത് ഇന്നലെ രാത്രി ഇവിടെ ചെറാട് ഇല്ലം എന്ന പ്രൊജക്ടിൽ ഡോക്ടർ മോഹൻകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട് കോമ്പൗണ്ടിലേക്ക്, വീട് പരിസരത്തേക്ക് 3 കാട്ടാനകൾ വരികയും അവിടെയെല്ലാം തന്നെ തെങ്ങും അതോടൊപ്പം തന്നെ വാഴയും എല്ലാം പൂർണ്ണമായും നശിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് കാണാം ഒരു വീടിൻ്റെ പുറകുവശത്തുള്ള മുഴുവൻ കൃഷിയും നശിപ്പിച്ചു എന്നുള്ളതാണ്. വാഴയും തെങ്ങും അതോടൊപ്പം തന്നെ കടപ്ലാവും എല്ലാം പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് കാട്ടാനകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ PT7 ആയിരുന്നു ആ പ്രദേശങ്ങളെല്ലാം തന്നെ ഇറങ്ങിയത്. PT7 ഇതിനെ തടയുന്നതിന് വേണ്ടി, മറ്റു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി വനം വകുപ്പ് കൂടുതൽ ശ്രദ്ധ അവിടേക്ക് ചെലുത്തിയത് കൊണ്ട് തന്നെ മറ്റ് കാട്ടാനകൾ മറുവശങ്ങളിലൂടെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ മോഹൻകുമാർ തന്നെ ചേരുന്നുണ്ട്. ഇത് എപ്പോഴായിരുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത്? ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് 3 കാട്ടാനകളാണ് വന്നത്. അത് CCTVയിൽ അറിഞ്ഞു. 3 കാട്ടാനകൾ കയറിയാണ് നശിപ്പിച്ച് 4 ഭാഗത്തും മതിൽ പൊളിച്ചിട്ടുണ്ട്. ഇത്രയും നാശനഷ്ടങ്ങളും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണോ വരുന്നത്? മുമ്പ് ഇതേപോലെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നോ ഇവിടെ? കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വീട്ടിനകത്തോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ആരായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു? ഇവിടെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അയാൾ പുറത്തു പോയ സമയം. ഇത് ഈ പ്രദേശങ്ങളിൽ ഇപ്പം കാട്ടാനയുണ്ടോ? ഈ പ്രദേശത്ത് കാട്ടാനയുണ്ട്. കാരണം ഇവിടെ സെക്യൂരിറ്റി ഓൾറെഡി 24 മണിക്കൂർ ഉള്ളതാണ്. ആ സെക്യൂരിറ്റി നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാട്ടാൻ്റെ ശല്യം വന്ന കാരണം ഒരു പുലി ഈ മതിലിൻ്റെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഈ ഇതിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഒരു 10 മണിയായി അതുവരെ ഇതിനകത്ത് നിൽക്കുക, അത് കഴിഞ്ഞ ശേഷം മെയിൻ എൻട്രൻസിൽ വന്ന് മറ്റുള്ള സെക്യൂരിറ്റിൻ്റെ ഒപ്പം നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നലെ അത് സംഭവിച്ചാണെങ്കിൽ പുള്ളി ഈ ഇതിലാണ് കിടന്നുറങ്ങുന്നത്. ആ എൻട്രൻസ് കൂടി വലിയൊരു അപകടമായതിന് ഇതിന് മുന്നേ നമ്മൾ പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഇൻഫോം ചെയ്ത് അവർ വരികയും സ്ഥലം സന്ദർശിക്കുകയോ ചെയ്തു. ഈ അടുത്ത് തന്നെ നമ്മുടെ പ്രദേശത്ത് 4 തെങ്ങുകൾ ഈ മിനിഞ്ഞാന്ന് തന്നെ വന്ന് വീഴ്ത്തി ഫോറസ്റ്റുകാരും എല്ലാവരും വന്ന് നമ്മളത് പൊതുപ്രവർത്തകരെല്ലാവരും അത് കൂടിയിട്ടാണ് വാർഡ് മെമ്പർ എല്ലാവരും സഹിതം നമ്മളത് സംസാരിച്ചാണ്. ഇനി ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ നമുക്ക് ഈ 11 മണി ശേഷം ഇത്രയും കൂട്ടമായിട്ടുള്ള ആന വന്നിട്ട് സാറിൻ്റെ വീട്ടിൽ, കാരണം അവിടെ നിന്ന് എൻട്രൻസ് തുടങ്ങി വാഴ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ വീട്ടിൽ ഇന്നലെ രാത്രി മുഴുവനും പുലർച്ചെ ഒരു 4 മണി ശേഷമാണ് ഇറങ്ങിപ്പോയത്. 4 മണി ശേഷം, കാരണം 5 മണിക്ക് സെക്യൂരിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 4 മണി ശേഷമാണ് അത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അത്രയും നേരം, അതായത് 11 മണിക്ക് ശേഷം വന്ന് 4 മണിയോളം ഇവിടെ നിന്ന് ഇത്രയും പൂർണ്ണമായും നശിപ്പിച്ച ശേഷമാണ് കാട്ടാനകൾ പോയിട്ടുള്ളത്. വലിയ ശല്യം ഈ മേഖലയിലുണ്ട്. PT7 പിടിക്കാൻ ആവശ്യം ഉയരുമ്പോൾ തന്നെയാണ് മറ്റ് കാട്ടാനകളും ഈ സ്ഥലങ്ങളിൽ ഇറങ്ങി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കൊച്ചി നഗരത്തിലെ മാല പൊട്ടിക്കൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. സംഭവത്തെ ഗൗരവമായി കാണുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്ത്രീകൾ പ്രഭാത നടത്തത്തിന് പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആഭരണങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലതെന്നും കമ്മീഷണർ പറഞ്ഞു. തീർച്ചയായും നമ്മൾ വളരെ ടീം ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാനുണ്ട്. പെട്ടെന്ന് തന്നെ ആളെ കിട്ടും. അതെ, രാവിലെ ആർണമെന്റ്സ് പോകുന്നത് ഒന്ന് പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ഇന്ന് രാവിലെ വെച്ച് നോക്കി, അപ്പോൾ ആ അങ്ങനെ പരമാവധി പോകാതിരിക്കുന്നത് നല്ലത്. കാരണം സ്വർണ്ണങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. എന്നാലും
നമ്മൾ പോലീസ് രാവിലെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മളെത്തി. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനും കൂടെ പോയി. എന്നാലും ഇതുപോലെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 7 സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു. 5 എണ്ണത്തിന് നമ്മൾ പിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കാൻ ഒരു സംശയമൊന്നും വേണ്ട. ഇല്ല, അങ്ങനെ അറിയാൻ പറ്റില്ല. നമ്മൾ CCTV ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സുപ്രീം കോടതി പറയുന്നത് ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്കിവിടെ വനം വർദ്ധിപ്പിക്കണമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കർഷകരുടെ ഭൂമി എടുക്കണമെന്നൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കണം, വനം സംരക്ഷിക്കണം എന്നുള്ളതാണ്. അല്ലാതെ വനം കൂട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അതിനകത്ത് കാണുമ്പോൾ പ്രധാനമായും 38,863 സ്ക്വയർ കിലോമീറ്ററുള്ള വിസ്തൃതിയുള്ള കേരള സംസ്ഥാനത്ത് അതിനകത്ത് 69.4% റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് മലയോര പ്രദേശങ്ങളിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന കസ്തൂരി രംഗന് അങ്ങനെയുള്ള ബഫർ സോൺ ഈ വിഷയങ്ങളും അതുപോലെ തന്നെ. ജോസ് കെ മാണി സംസാരിക്കുകയാണ്. ഒപ്പം തന്നെ കോട്ടയത്ത് ബിനു പുളിക്കക്കണ്ടം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആദ്യമേ തന്നെ അത് തനിയെ ഞാൻ സഫർ ചെയ്യുകയാണ്. പ്രതിഷേധം എന്ന് പറയുന്നത് അതല്ലല്ലോ. അതാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാം. തീർച്ചയായിട്ടും അത് പകൽ പോലെ വ്യക്തമാണ്. അതിനെ നമുക്കൊരു പ്രത്യേകിച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം പാലായിലെയും കോട്ടയത്തെയും മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും എല്ലാ കമ്മിറ്റികളും ഏകകണ്ഠമായിട്ടാണ് എൻ്റെ പേര് തീരുമാനിച്ചത്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ടായിരുന്നു. പാലാ നഗരസഭയിലെ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഏക കൗൺസിലർ എന്നുള്ള ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. ജനറൽ ചെയർമാനായിരിക്കുമ്പോൾ ഒരു പുരുഷ കൗൺസിലറായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 4 ടൈം 20 വർഷമായി സീനിയോറിറ്റി എന്നുള്ള ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ ഏത് തലത്തിലും നമുക്ക് ഒരു ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് അർഹതയുള്ളതേ ആഗ്രഹിച്ചുള്ളൂ എന്ന വിശ്വാസം എനിക്കുണ്ട്. വൈരാഗ്യത്തിൻ്റെ കാരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം അദ്ദേഹത്തിന് വൈരാഗ്യം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നാളിതുവരെ ഞാൻ നടത്തിയിട്ടില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ, പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിലും ജയിച്ച തെരഞ്ഞെടുപ്പിലുമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ്, ഒരു പ്രവർത്തകനാണ് ഞാൻ. എനിക്കത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നു. അദ്ദേഹം തോറ്റ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലെ 26 വാർഡുകളിൽ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വാർഡിൽ പോലും വലിയ ഭൂരിപക്ഷത്തിന് പുറകിൽ പോയപ്പോൾ പാലാ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വിജയിച്ചു വന്ന 3-4 വാർഡുകളിലായി വലിയ മജോറിറ്റി നേടിക്കൊടുക്കുന്നതിന് സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വൈരാഗ്യം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു എളിയ പ്രവർത്തകനായ എന്നോട് കാണിക്കുന്നതിലുപരിയായി തരപ്പടിക്കാരോടും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയ സമകാലീനോടുമൊക്കെ അദ്ദേഹം ചെയ്ത രാഷ്ട്രീയ വൈരാഗ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അസഹിഷ്ണുതയുടെ പ്രവർത്തന ശൈലിയാണ്, കലഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാണ്, വൈരാഗ്യത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ശൈലിയായിരിക്കാം എൻ്റെ അവസരം കളയുന്നതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു വൈരാഗ്യമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന് മറുപടി പറയുന്നതിന് ഞാൻ തയ്യാറാണ്. ഉണ്ടാകണമല്ലോ. അല്ലെങ്കിൽ ഇതുപോലെ പാലാ നഗരസഭയിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരാൾ, ഏതായാലും എന്തെല്ലാം രാഷ്ട്രീയ വൈകല്യങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികളും അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കളും മിത്രങ്ങളുമൊക്കെ ആരോപിക്കുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി വരുന്ന പാലായിലെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം ഇതുപോലൊരു നിലപാടെടുത്തത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലും അതല്ല എന്ന് ഞാൻ പറയാം. കാര്യം അതിനെ ഞാൻ 1% പോലും ന്യായീകരിക്കുന്നുമില്ല. തെറ്റ് തന്നെയാണ്. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. പാലാ നഗരസഭയിൽ എൻ്റെ ചെയറിൻ്റെ അടുത്ത് വന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഒരു കൗൺസിൽ സംസാരിക്കുകയും അദ്ദേഹം കൈനിവർത്തടിക്കുന്നതും ലോകം മുഴുവൻ കണ്ടതാണ്. അത് ഒരു പാലാക്കാരൻ എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്ക് തിരിച്ചു പ്രതികരിക്കേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് പാലാക്കാരനായി പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം.
അത് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ വൈരാഗ്യം അദ്ദേഹം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം നിരവധിയായ യോഗങ്ങളിൽ വേദി പങ്കിടുമ്പോഴുമൊക്കെ അദ്ദേഹം അത് മനസ്സിൽ പോലും വെച്ചിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇരട്ട വ്യക്തിത്വം, ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അതിപ്രസരം കൊണ്ടാണോ എനിക്ക് തോന്നാതിരുന്നത് എന്നും എനിക്കറിയത്തില്ല. അല്ല, CPM എന്ന പ്രസ്ഥാനം വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. അത് രാഷ്ട്രീയപരമായിട്ട് പ്രസ്ഥാനമെടുക്കുന്ന തീരുമാനം, അത് രാഷ്ട്രീയ വരുമ്പരായികളും അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും വർത്തമാനകാല രാഷ്ട്രീയവും എല്ലാം ചർച്ച ചെയ്ത് ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ സ്വഭാവ വൈകല്യം CPM മനസ്സിലാക്കി കാണും. അതുകൊണ്ടുകൂടിയായിരിക്കും ചിലപ്പോൾ ഈ വിട്ടുവീഴ്ച ചെയ്തത്. പക്ഷേ പാർട്ടി തീരുമാനം എന്താണെങ്കിലും അക്ഷരം പ്രതി അനുസരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ. തുടർന്നുള്ള എൻ്റെ പ്രവർത്തനങ്ങളും പാർട്ടി അച്ചടക്കത്തിൻ്റെയും ചട്ടക്കൂടിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും. അതെ, അതെ, അത് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. ഞാൻ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടല്ല കറുപ്പ് ധരിച്ചത്. വീണ്ടും പറയുന്നു, ഞാൻ ഇഷ്ടപ്പെട്ട വസ്ത്രം, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ മുമ്പേ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, മുണ്ടെടുത്ത കാലം മുതൽ ഞാൻ ഉപയോഗിക്കുന്നത്, എന്നെ അറിയാവുന്നവർക്ക് മുഴുവൻ അറിയാം, ഞാൻ വർഷങ്ങളായിട്ട് പൊതുരംഗത്തുള്ളതാണ്. ഈ ഒരു വെള്ള ഡ്രസ്സിലല്ലാതെ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കുണ്ടായ ഈ രാഷ്ട്രീയ തിരിച്ചടി, അല്ലെങ്കിൽ വ്യക്തിപരമായി എനിക്കുണ്ടായ, എന്നെ ഒറ്റപ്പെടുത്തിയ ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ പ്രതിഷേധമല്ല, ഞാൻ തന്നെ സ്വയം എടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ തന്നെ സഫർ ചെയ്യുന്ന ഒരു തീരുമാനമാണ്. ഒരുപക്ഷെ ഈ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് എന്നിലേക്ക് വന്ന ചതി ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം തീർച്ചയായും ഉണ്ട്. കറുപ്പിന് വലിയ പ്രസക്തിയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കറുപ്പ് പ്രതിഷേധത്തിൻ്റെ മാത്രമല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ അടയാളം വെറും ഒരു നിറം മാത്രമല്ല. ഇവിടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചും പറഞ്ഞു, ശബരിമല ദർശനത്തിന് പോകുന്നവർ കറുപ്പിടുന്നു. പല സ്ഥലങ്ങളിൽ കറുപ്പിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ അല്ല, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പ്രതിഷേധമല്ല. അതെ, അല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് അതിൻ്റേതായ മാർഗങ്ങളുണ്ട്, പാർട്ടിക്ക് അതിൻ്റേതായ ചട്ടക്കൂടുകളുണ്ട്, അതിനുള്ള നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള നേതൃത്വ നിരയുണ്ട്. അവർ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പഠിച്ചതിന് ശേഷം മുന്നണി രാഷ്ട്രീയമാണ്, പല തീരുമാനങ്ങളും അവർക്ക് എടുക്കേണ്ടതായി വരും. അത് 100% അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ എന്നിലുള്ള കടമ. അതെ, അതെ, ജോസ് കെ മാണിയെ മാത്രമല്ല, തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നവർക്ക് എല്ലാം വരാനൊരു അവസരമല്ലേ. MLC പോലെ വന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നിയമസഭയൊക്കെ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുമോ, അവിടെ ഓട് പൊളിച്ചൊന്നും അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് അവരെ പോലെ കയറാൻ പറ്റാതെ തോറ്റുപോയ ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, പലർക്കും അവസരം. ഇപ്പോൾ രാജ്യസഭ തന്നെ പലർക്കും അവസരമല്ലേ. പൊതുരംഗം നമുക്കറിയാം, ഓരോ നേതാക്കന്മാരെ എടുത്തു നോക്കും. ജോസ് കെ മാണിയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പല നേതാക്കന്മാരും തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്യാൻ പേടിച്ചുകൊണ്ട് ഒരു പിൻവാതിലൂടെ എത്താൻ കാണിക്കുന്ന ഒരു മാർഗമാണ് രാജ്യസഭ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് നാളുകളിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ആ ഒരു മാർഗമുള്ളതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയല്ല, നാളുകളിൽ എനിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനാണേലും ഇതുപോലെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ മടിയുണ്ടാകുമ്പോൾ MLC പോലെ ഒരു സംവിധാനം കേരളത്തിൽ വന്നാൽ അത് അവർക്ക് വലിയ അവസരമായിരിക്കും. ഞാൻ ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് നിങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞാൻ ഒരു വ്യക്തിയെ അത് പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ താഴോട്ട് പോവുകയാണ്. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, കാലം മറുപടി പറയും എന്നാണ് ബിനു പുളിക്കക്കണ്ടം പറയുന്നത്. രാഷ്ട്രീയ ഒളിച്ചോട്ടം നടത്തില്ലെന്നും ബിനു പുളിക്കക്കണ്ടം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 300ാമത് ഷോറൂം US-ലെ ഡാലസിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഗോള വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ ഷോറൂം. US-ലെ കോളിംഗ് കൗണ്ടി കമ്മീഷണർ സൂസൻ ഫ്ലെച്ചർ
ഫ്രിസ്കോ ടെക്സാസ് മേയർ ജെഫ് ചെനി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദും ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് 10 രാജ്യങ്ങളിലായി ശക്തമായ റീറ്റെയിൽ ശൃംഖലയുണ്ട്. കണ്ണൂരിൽ ജിയോ ട്രൂ 5Gയുടെ സേവനങ്ങൾക്ക് തുടക്കമായി. മേയർ ടി ഒ മോഹനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സേവനങ്ങളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തോട്ടട മുതൽ പുതിയ തെരു വരെ നിലവിൽ 5Gയുടെ സേവനങ്ങൾ ലഭ്യമാകും. ഒരു മാസത്തിനധികം കണ്ണൂർ ജില്ലയിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും സേവനം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 5G സേവനങ്ങൾ ലഭിക്കാൻ ഉപഭോക്താക്കൾ അവരുടെ സിം കാർഡുകൾ മാറ്റേണ്ടതില്ല. 5G പിന്തുണയ്ക്കുന്ന ഫോണിൽ പോസ്റ്റ്പെയ്ഡ് കണക്ഷനോ അടിസ്ഥാന പ്രീപെയ്ഡ് റീചാർജായ 239 രൂപയോ അതിനു മുകളിലുള്ള റീചാർജോ ഉണ്ടായിരിക്കണം. കൂടാതെ ഉപഭോക്താവ് 5G കവറേജുള്ള സ്ഥലത്താണ് കൂടുതൽ സമയമെങ്കിൽ ജിയോ വെൽക്കം ഓഫർ ലഭിക്കാനുള്ള അർഹതയുണ്ടായിരിക്കും. മാനേജർമാരായ രാകേഷ് രാജൻ, ശ്രീജിത്ത് നായർ, നിഷിൽ പ്രതാപ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ജിയോയുടെ 5G സേവനങ്ങൾ കേരളത്തിൽ 11 നഗരങ്ങളിൽ ലഭ്യമാകും. നമ്മളിവിടെ കണ്ണൂരും 5G ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഇപ്പോൾ തോട്ടട മുതൽ പുതിയ തെരുവുള്ള ഏരിയയിലാണ് 5G കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 5G ആവാൻ നമ്മുടെ സിമ്മ് മാറ്റും അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ഉള്ള സിമ്മിൽ തന്നെ 5G കിട്ടും. നമ്മുടെ ഹാൻഡ്സെറ്റിൽ 5G ഓപ്ഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി എല്ലാവർക്കും കണ്ണൂരുകാർക്ക് എല്ലാവർക്കും 5Gയുടെ സ്പീഡ് ആസ്വദിക്കാം. പിന്നെ 5Gയിലേക്ക് സ്വാഗതം. RG ഗ്രൂപ്പിന്റെ കോൺട്രാക്ട് ഫാമിംഗിന് ക്ഷണിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി 2023 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി RG ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ RG വിഷ്ണുവുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ പ്രമുഖ എള്ളെണ്ണ നിർമ്മാണ കമ്പനിയാണ് RG ഫുഡ്സ്. മധ്യപ്രദേശ് കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.